അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കും. അവരും അധികം താമസിക്കാതെ വഫാത്താകും. പിന്നെ ഉമർ ലത്താബായിരിക്കും ഇസ്ലാമിന്റെ 2ാം ഖലീഫ. ഈ സമയത്ത് വേദനാജനകമായ പല രംഗങ്ങളും താങ്കൾ നേരിടേണ്ടി വരും. താങ്കളെ കള്ളനും വ്യഭിചാരിയും കൊലയാളിയുമാക്കി ജനങ്ങൾ മുദ്ര കുത്തും. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്താണ് കേൾക്കുന്നത്? ഇല്ല, ഒന്നും ഭയപ്പെടാനില്ല. കുറ്റക്കാരനായി വിധിക്കപ്പെട്ട താങ്കൾ തൂക്കുമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ, മരണത്തിന്റെ കാലൊച്ച ചവിട്ടിൽ വന്നടിക്കുമ്പോൾ താങ്കളെ സഹായിക്കാൻ ഒരേ ഒരു വ്യക്തി അവിടെ പാഞ്ഞെത്തും. അത് ആരാണ് റസൂലേ? അത് മറ്റാരുമല്ല, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയുടെ ഭർത്താവ്, അതെ, എന്റെ മരുമകൻ അലി. കാലം കാറ്റുവത്തിൽ മുന്നോട്ട് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഉമർ ലത്താബാണ് ഭരണാധികൻ. അതെ, അറേബ്യയിൽ ഉമറിന്റെ ഭരണം വന്നു. നീതിപൂർണമായ ഭരണം കാഴ്ചവെച്ച് ലോകത്തിനെ അമ്പരിപ്പിച്ച സുൽത്താൻ, അനീതിയും അധർമ്മത്തിനും കൂട്ടു നിൽക്കാത്ത ഭരണാധികാരി, തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന ന്യായാധിപൻ. പ്രിയരെ, നമ്മുടെ കഥാപുരുഷനായ ഫളൽ ആബിദ് എന്ന സഹാബി അദ്ദേഹം ഏറെ ആദരിച്ചു. ഈ സമയത്താണ് ഫളലിനെ വേദനിപ്പിച്ച ഒരു സംഭവം നടക്കുന്നത്. എന്താണിത്? മുന്നിലതാ വന്ന് പെണ്ണൊരുത്തി നിന്ന് മാനിരെ തടഞ്ഞ് കൊണ്ട് പറയുന്നു, പലവട്ടം ദർശിച്ചെന്റെ കാനിയെ, ഒന്ന് പറയട്ടെ അരുമപ്പൂ മണിയെ. കൽവിലെനിക്കാശ ആകുമോ നിരാശ, പങ്കജപ്പിരീശ പൂവിലൻ പ്രതീക്ഷ. അഴകൊത്ത വദനം ഞാൻ കണ്ട്, അതിലൊളിവന്റെ അകറ്റൊന്ന് മുണ്ട്. അഴകൊത്ത വദനം ഞാൻ കണ്ട്, അതിലൊളിവന്റെ അകറ്റൊന്ന് മുണ്ട്. അതെ, ഫളൽ ആബിദ് മദീന പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണത്തെ തടഞ്ഞു നിർത്തി. ഏതാണ് ഈ സൗന്ദര്യതമം? സൗന്ദര്യം വാർന്നൊഴുകുന്ന പെണ്ണ് ഫളൽ ആബിദിന് വശ്യമായ പുഞ്ചി സമ്മാനിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്, നേരിൽ സംസാരിക്കാൻ ആഗ്രഹിച്ച് നടത്തുകയാണ്, ഇപ്പോൾ സാധിച്ചു. ദൈവത്തിന് സ്തുതി. എന്റെ പേര് ജാരിയ, ഞാനൊരു ജൂത സ്ത്രീയാണ്. സ്നേഹത്തിന്റെ മുന്നിൽ ജാതിയും വർണ്ണവും പ്രശ്നമല്ലല്ലോ. താങ്കളെ പോലെ സുമൻ ഞാൻ ഈ ഭൂമുഖത്ത് കണ്ടിട്ടില്ല. ആ പെണ്ണിന്റെ വർണ്ണന ഫളൽ ആബിദിനെ അത്ര രസിച്ചില്ല. അദ്ദേഹം ദേശത്തോടെ അവളോട് പറയുകയാണ്, പെണ്ണെ, നീ നിലക്കുന്ന നന്നാശം വിരിച്ചിടേണ്ട, നീ എന്നെ ചതിച്ചിടേണ്ട, നീ വെറുതെ കൊതിച്ചിടേണ്ട. വൻദോഷം എടുത്തുപോയ റബ്ബ് എന്നെ പിടിക്കും, ജവാനിയാക്കളിടിക്കും, ആ നരകത്തിലിട്ട് കരിക്കും, ആ നരകത്തിലിട്ട് കരിക്കും. ഇതൊന്നും അവളുടെ ചെവിട്ടിലേക്ക് കയറുന്നില്ല. കാരണം അത്രമാത്രം ആ സുമംഗലിയെ അവൾ സ്നേഹിച്ചിരുന്നു. തന്റെ ഇംഗിതത്തിന് ഫളൽ വഴങ്ങുന്നില്ല. ഫളൽ ആബിദിനെ വിട്ടാൽ അവൾ 18 അടവും പറ്റി നോക്കുന്നുണ്ട്. പക്ഷേ അജഞ്ചലമായ മൻഗിരത്തിൽ അരക്കെട്ടുറപ്പിച്ച സഹാബി അവളോട് പറഞ്ഞു, പെണ്ണേ, ഈ നർത്തം നിനക്ക് വിപുലമാണ്, എന്നെ നീ ഇഞ്ചിഞ്ചായി എറിഞ്ഞാലും ആ റാമിൽ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് ഫളൽ ആബിദ് ഒരു വയലിലൂടെ മറിഞ്ഞുപോയി. മറിഞ്ഞു പോകുന്ന സഹാബി അവൾ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഫളലേ, ഈ പോക്ക് നിനക്ക് നല്ലതല്ല, നിന്നെ പിന്നീട് ഒരിക്കൽ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് അവളും മറ്റൊരു വയലിലൂടെ മറിഞ്ഞുപോയി. ഫളൽ ആബിദ് എന്ന് മദീന പള്ളി ചെന്ന് ജാരിയുടെ ശരീരം രക്ഷപ്പെടാൻ കുറെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ, ജാരിയുടെ ശരീരം രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ആരും അറിയാതെ നാട് വിട്ടാലോ? ഈ സമയത്താണ് ആ സന്തോഷ വാർത്ത ഫളൽ അറിഞ്ഞത്. അദീബദി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങളിൽ പുറപ്പെടുന്നേ ഹജ്ജ്, ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. അദീബദി ജലാലിന്റെ വിശുദ്ധ മന്ദിരം കാണാൻ അനവധി ജനങ്ങളിൽ പുറപ്പെടുന്നേ ഹജ്ജ്, ആ പുണ്യകർമ്മത്തിനായി പുറപ്പെടുന്നേ. ഇക്കൊല്ലത്തെ ഹജ്ജിന് എല്ലാവരും പോകുന്ന വിവരം ഫളൽ സന്തോഷത്തോടെയാണ് ശ്രമിച്ചത്. അദ്ദേഹം ആ സംഘത്തിൽ പോകാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്, ജാരിയുടെ ശരീരം രക്ഷപ്പെട്ടല്ലോ. യാത്രയുടെ ദിവസം അടുത്തു വന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്നത് ജാരി എങ്ങനെയോ മണത്തറിഞ്ഞു. അവൾ കോപം കൊണ്ട് തുള്ളിച്ചാടി, എന്നെ നിരാശപ്പെടുത്തി ഹജ്ജിന് പോകുകയോ? അത് ഞാൻ കാണിച്ചു കൊടുക്കാം. പക്ഷേ പാപം ഫളൽ ആബിദ് ഒന്നും അറിയുന്നില്ല. ജാരി തന്റെ അടിമസ്തുതനെയും അടിമശ്രീ ഷഹീദിനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ ഇവിടുന്ന് എന്റെ ഹജ്ജ് സംഘം പുറപ്പെടുന്നുണ്ട്, അറിഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ നമ്മൾക്കും പോകണം. എന്തിനാണ് അവധി നമ്മൾ പോകുന്നത്? കൃത്യം ചോദിച്ചു. എല്ലാം പറയാം. പ്രഭാതം പൊട്ടിവിടുന്നു. ഹജ്ജ് സംഘം യാത്രയായി. നേരം സന്ധ്യയായി. പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. വിശാലമായ മരുഭൂമി എല്ലാവരും കൂടാരം കെട്ടി. സമയം മേഞ്ഞു നൽകി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങി. പക്ഷേ ഫളൽ മാത്രം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്. ഈ സമയം ഫളലിന്റെ കൂടാരത്തിന്റെ പിന്നിൽ നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം, അസ്സലാമു അലൈക്കും. ആരാണ് ഈ അസമയത്ത് സലാം പറയുന്നത്? ഫളൽ പുറത്തു വന്ന് നോക്കി. ഞാനാണ് ജാരിയ. റബ്ബേ, ജാരിയ, ജാരിയ, നീ എങ്ങനെ ഇവിടെ വന്നു? നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു?
ഒന്നും പറയണ്ട, ആരും കാണുന്നില്ല. ഇതാ ഒന്ന് സമ്മതിച്ചാൽ നേരെ മുല്ലുമ്മ സ്ഥലം വിടാം. എന്താണ് ജാരിയ നീ പറയുന്നത്? ആരും കാണുന്നില്ലെന്നോ? എന്റെ റബ്ബിനെ കണ്ണിലെത്താൻ നിനക്കാവുമോ? ഈ കനത്ത ശബ്ദത്തിലുള്ള വാക്ക് കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. അഴകെ നീ അല്ലാതെ ആരും എനിക്കില്ല, അഴകപ്പൂമേനി ഞാർക്കും കൊടുക്കില്ല. മുഞ്ചിത് കഞ്ചൊരു കാഞ്ചനമേനി കൊഞ്ചിടുമാനൊരു കഞ്ചകറാണി, പൂറാനി പെണ്ണിന് ഒന്ന് പറയണം. ഉത്സാഹത്തോടെ നീ എന്നാശ തീർക്കണം. ഇതൊന്നും അവന്റെ ചവിട്ടിലേക്ക് കയറുന്നില്ല. നിന്നെ പിന്നെ കണ്ടോളാമെന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് അടിമ അസ്വദിനെ വിളിച്ചുണർത്തി ഒരു വെള്ളപ്പൊടി കയ്യിൽ കൊടുത്തു. ഇത് നിനക്കുള്ളതല്ല, അതാ കാണുന്നു ഫലിന്റെ കൂടാരം, അവിടെ നീ ചെല്ലണം. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അയാളുടെ മുഖത്ത് വിതരണം. ബോധം പോയി അയാളെ താങ്ങിയെടുത്ത് എന്റെ കൂടാരത്തിൽ കൊടുന്ന് കേൾത്തണം. അടിമ ഇതെല്ലാം വിദഗ്ധമായി ചെയ്തു. ഇനി നീ ഒരു പണിയും കൂടി ചെയ്യണം. അതാ കിടക്കുന്ന അടിമ ഷഹീദ, അവൾ നീ കൊല്ലണം. അയ്യോ എനിക്ക് വയ്യ ഭൗതി, പാവം പെൺകുട്ടിയല്ലേ അവൾ, നിനക്ക് വയ്യാമെങ്കിൽ ഞാൻ ചെയ്യാമോ എന്ന് പറഞ്ഞ് അവൾ നേരത്തെ മൂർച്ചു കൂട്ടി വെച്ചിരുന്ന കടാരി ആ ഷഹീദയുടെ കഴുത്തിൽ കുത്തി ഇറക്കി. രക്തം ചൂറ്റിയപ്പോൾ അപ്പം നിന്നിന് അസ്വദ് തേങ്ങി കരഞ്ഞു. ഷഹീദ 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 ഓയല്ലോ പൊന്നുമോളെ, ഞാനൊറ്റക്കായല്ലോ പൂനിലാവേ, പോയല്ലോ പൊന്നുമോളെ, ഞാനൊറ്റക്കായല്ലോ പൂനിലാവേ. ഫലിലിനെ അടിമ ജാരിയുടെ ടെന്റിൽ കൊണ്ടു കിടത്തി. ഫലിലിന്റെ ബോധം അല്പാൽപമായി തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജാരിയ അദ്ദേഹത്തെ സർവ്വശക്തിയും ചേർത്ത് മാറോട് ചേർത്തി പിടിച്ച് അലമുറിയോട് അലമുറിയിട്ടു. യാത്രാ സംഘം കരച്ചിൽ കേട്ടുണർന്നു. കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടി വന്നു. എന്ത് പറ്റി, എന്നാണ് ഇവിടെ സംഭവിച്ചത്? ഇയാൾ എന്നെ മാനഭംഗപ്പെടുത്താൻ നോക്കി. ഞാനും എന്റെ അടിമയും തടഞ്ഞപ്പോൾ അടിമ ഇയാൾ കുത്തിവെത്തി. ഇത്ര മോശക്കാനാണ് ഇയാൾ? പാപിയുടെ വേഷം അണിഞ്ഞു നടക്കുന്ന ഇയാളെ പിടിച്ചു കെട്ടു. യാത്ര പുറപ്പെട്ടു. അതാ കാണുന്നു കഅബ ഷരീഫ്. കഅബയുടെ നിറം കണ്ടപ്പോൾ ഫലൽ പൊട്ടിക്കരഞ്ഞു. കഅബ ഷരീഫിൻ നിറം കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞു ഫളലുൽ ആബിദ്, പൊട്ടിക്കരഞ്ഞു ഫളലുൽ ആബിദ്. അഴകെ ഞാൻ നിന്നെ കാണാൻ വന്ന സ്ഥിതി കണ്ടോ, കൈകാലിനെനിക്കില്ലൊരാവത്, കൈകാലിനെനിക്കില്ലൊരാവത്. അജെല്ലാം കഴിഞ്ഞു. അജ് സംഘം മടക്കിയാതെ തിരിച്ചു. മദീനക്കാർ അജ് സംഘത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഫളൽ ആബിദിനെ മുന്നിൽ കാണുന്നില്ലല്ലോ. എവിടെ നമ്മുടെ മഹാനായ ഫളൽ ആബിദ്? അങ്ങനെ ഒരു മഹാനുമൊന്നും ഇവിടെ ഇല്ല. വ്യഭിചാരിയും കൊലയാളിയുമായ ഫളൽ ഈ സംഘത്തിന്റെ പിന്നിലുണ്ട്. എന്താണ് മനുഷ്യരെ നിങ്ങൾ പറയുന്നത്? നമ്മുടെ ഫളലിന് എന്തു പറ്റി? അദ്ദേഹത്തിന് എന്തിനാണെങ്കിലും വലിഞ്ഞു കെട്ടിരിക്കുന്നത്? എല്ലാം അറിയാം. അവരെന്താ ഫളലിനെ ഉമറിലെത്താവിന് മുമ്പാകെ ഹാജരാക്കുന്നു. ഫളൽ ഈ കോടതിക്ക് മുമ്പാകെ കുറ്റക്കാരൻ തന്നെ. ജഡ്ജി ഉമറിലെത്താം ഗവതി പ്രഖ്യാപിച്ചു. അവസാനമായി താങ്കൾക്ക് വല്ല അഭിലാഷമുണ്ടോ? ഉണ്ട് നേതാവേ, ഉണ്ട്. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. എന്നാൽ വേഗമായി നിസ്കരിച്ചു വരൂ. ഫളൽ ആബിദ് മദീന പള്ളിയിൽ ചെന്ന് ഒന്നെടുത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ആരെയോ വിളിച്ച് കരയുന്നു. ഹബീബിന്റെ മരുമകനെ അലിയാരി തങ്ങളെ, പാവ ഫളലിതാ തൂക്കുമരത്തിൻ ചോട്ടിലാ, പാവ ഫളലിതാ തൂക്കുമരത്തിൻ ചോട്ടിലാ. ഫളലിതാ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ജനങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് തന്റെ ദുൽദൽ കുതിരപ്പുറത്ത് അലിയാരി തങ്ങൾ ചാടി ചാടി വന്നു. ഉമറിലെത്താവിന് മുമ്പാകെ സലാം ചൊല്ലി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കേസ് പുനർവിചാരണക്കെടുത്തു. അദ്ദേഹം ജാരിയോട് സത്യം പറയാൻ കൽപ്പിച്ചു. ജാരിയെ കളവ് പറയാൻ വായ തുറന്നപ്പോഴേക്കും ജാരിയുടെ രൂപം കൊണ്ട് ചോര പെയ്തില്ലാത്ത പുറത്തു വന്ന് സംസാരിച്ചു. ഇത് കേട്ടപാടേ ആ ജനങ്ങളും ഇളകി മറിഞ്ഞു. ഫളലിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കണ്ണീരൊലിപ്പിച്ച് കാലും പിടിച്ച് പൊരുത്തപ്പിടിച്ച് അന്തരീക്ഷമാകെയെന്ന് തക്ബീറും ഉയർന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അന്തരീക്ഷമാകെയെന്ന് തക്ബീറും ഉയർന്ന് കഥ ഇവിടെ ചുരുക്കുന്നു ഈ കഥ, കഥ ഇവിടെ ചുരുക്കുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും. അടുത്തതായിട്ട് വേദി 4 അരങ്ങേറുന്നത്
സീനിയർ കന്നഡ പ്രസംഗമാണ്. കൃത്യം 7 മണിക്ക് മുമ്പ് തന്നെ മത്സരാർത്ഥികൾ മൈക്ക് പോയിന്റുമായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. നെക്സ്റ്റ് കഥാപ്രസംഗം തുടരുന്നു. ലാസ്റ്റ് കോൾ നമ്പർ ലെറ്റർ L. Judges, please note letter L on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വന്യരായ ഉസ്താദുമാരെ, സദസ്യരെ, സൂഫിവര്യനായ ഫളലുൽ ആബ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കരളലിയിപ്പിക്കുന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് പ്രതികാരത്തിന്റെ അഗ്നിജ്വാല. പ്രവാചക സദസ്സിലെ ഒരു സുന്ദര സുന്ദരം നബി തങ്ങൾ തന്റെ അരുമശിഷ്യൻ ഫളിലിനോട് പറഞ്ഞു, കേൾക്കണം പുന്നാര ഫളിലെ വിശേഷം ചൊല്ലാമല്ലോ. ഖാലിഖൻ ജമാലിനെ നാലായി പകുത്തുവല്ലോ. ആദമിൽ പിൻ യൂസുഫിൽ പിന്നെ എനിക്കുമേകി ആയതിൽ ബാക്കി ജമാലവൻ താങ്കളിലും നൽകി. ഫളിൽ അള്ളാഹു സൗന്ദര്യത്തെ സൃഷ്ടിച്ച് 4ആയി ഭാഗിച്ചു. ആദം നബി, യൂസുഫ് നബി, ആമിന പറ്റ മുഹമ്മദ്. ഒന്ന് നിർത്തി നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, 4ാമൻ ഫളിൽ താങ്കളാണ്. അതുകൊണ്ട് സൗന്ദര്യ രാജകുമാരനായ യൂസുഫ് നബിയുടെ പരീക്ഷണം ഓർത്തു ജീവിക്കണം. സ്ത്രീകളോട് ശ്രദ്ധിച്ചിടപഴകണം. വഞ്ചികയെ സ്ത്രീ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കും. ഇത് കേട്ട അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നബി തങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നബി തങ്ങൾ പറഞ്ഞു, അന്ന് ഞാൻ ജീവിച്ചിരിക്കില്ല. ആബിദിന്റെ രക്ഷക്ക് അലി താങ്കൾ എത്തിച്ചേരണം. കാലം അതിശീഘ്രം കഴിഞ്ഞ് പോയി. കാമിൽ റസൂലാരും മറഞ്ഞു പോയി. 1ാം ഖലീഫയും വഫാത്തായി പോയി. ഉമറിൻ ഭരണവും സമാഗതമായി. കാലചക്രം അതിശീഘ്രം മുന്നോട്ട് നീങ്ങി. അന്ത്യപ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലശേഷം ഉമറുല്ലാഹിനെ 2ാം ഖലീഫയായി തെരഞ്ഞെടുത്തു. ഇസ്ലാമിക ഭരണവുമായി ഉമറുല്ലാഹിനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ പ്രവചനം മുതൽ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആബിദ്. ഒരു ദിവസം ഒരു നാൾ പുലരാൻ നേരം ഫളലുൽ ആബിദ് മസ്ജിദിൽ പോവും നേരം ഒരു വളക്കിലുക്കവും തരുണി നാദവും കേട്ട് തിരിഞ്ഞ് നോക്കും നേരം സുന്ദരിയായൊരു തരുണി നോക്കി ചിരിച്ചവളെ. നാണം കുണുങ്ങിക്കൊണ്ടവൾ ചൊല്ലി, ഞാനാചാരിയ എന്നൊരു പെണ്ണ്. ധൃതിപ്പെട്ട് തിരക്കിട്ട് അങ്ങയും പള്ളിക്കെന്തിന് പോണ്? ഞാനോ അങ്ങിൽ പ്രണയിനിയാണിന്നങ്ങൻ കൂടെ പോര്. സുബഹ് നിസ്കാരത്തിന് സാധാരണ പോലെ ആബിദ് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അല്പം വൈകിയ ആബിദ് ധൃതിയിലോടുകയാണ്. ഇടവഴിയിൽ കാൽപ്പെരുമാറ്റം കണ്ട ആബിദ് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ശബ്ദമുറിച്ച് ചോദിച്ചു, ഹും, ആരാ, എന്തു വേണം? നാണം കുണുങ്ങി ആടിക്കൊഴിഞ്ഞവൾ പറഞ്ഞു, ഇത് ഞാനാ ജാരിയ. ഞാൻ അങ്ങയെ പ്രേമിക്കുന്നു. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. മണികിൽക്കുന്ന കിളിനാദത്തിൽ ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞൊപ്പിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജാരിയ ശക്തിയായി താക്കീത് നൽകി. ആബിദ് പള്ളിയിലേക്ക് ഓടി. പല പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ ആബിദ് മനമുരുകി പ്രാർത്ഥിച്ചു, നാഥ, ഇവളുടെ ശരിൽ നിന്നും നീ എന്നെ കാക്കണേ. അപ്പോഴാണ് ആ വാർത്ത ആബിദിന്റെ ചെവിയിലെത്തിയത്. സൽമാനുൽ ഫാരിസി തന്റെ നേതൃത്വത്തിൽ അനുചരർ പരിശുദ്ധ ഹജ്ജിന് പോകുന്നു. വാർത്ത കേട്ടപ്പോൾ സൂഫി വര്യനാകും ഫളലുൽ ആബിദും കൂട്ടത്തിൽ അവരൊപ്പം ചേർന്നു. ആബിദും സംഘത്തിൽ ചേർന്നു. 5000 പേരുള്ള സംഘം യാത്ര തിരിക്കുകയാണ്. ആബിദും സംഘത്തിലുണ്ടെന്ന വാർത്ത മണത്തന്നെ ജാരിയും ഒപ്പം ചേർന്നു. അവളുടെ ഉദ്ദേശം ഹജ്ജായിരുന്നില്ല, മാംസദാഹം മാത്രമായിരുന്നു. നട്ടുച്ചയായപ്പോൾ സംഘം ഒരു മരിപ്പച്ചയിൽ തമ്പിട്ടു. എല്ലാവരും തളർന്നുറങ്ങി. ഈ സമയം ജാരി ആബിദിനെ തിരികെയാണ്. മരത്തണലിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആബിദിനെ കണ്ടവൾ നിസ്കാരം കഴിയുന്നേരെ കാത്തിരുന്നു. സലാം വീട്ടിയ ആബിദ് അമുഖം കണ്ട് ഞെട്ടി. ഹൃദയമിടിപ്പ് ഇടിമുഴക്കമായി മാറി. പലതും പറഞ്ഞ് ആബിദിനെ അവൾ വയറ്റിക്കാൻ ശ്രമിച്ചു. ഫലിക്കാതന്നപ്പോൾ ഭീഷണി മുഴക്കി, ഹും, ഞാനിപ്പോൾ പോകുന്നു, അർദ്ധരാത്രി വരും. പാതിരാത്രി ലോകമാകെ നിദ്രയിൽ ആമർന്നു. പാപ്പിജാരിയത്തിനുള്ളിൽ
മോഹവും വിടർന്നു. മോഹം തീർക്കാനായി ഫളിലിൻ ഖൈമയിൽ ആണഞ്ഞു. മാലയൂരിയ മഹാന്റെ പെട്ടിയിൽ എറിഞ്ഞു. അതെ, പറഞ്ഞതുപോലെ അർദ്ധരാത്രി ജാരി ആബിദിന്റെ കൂടാരത്തിലെത്തി. അവളുടെ രത്നമാല ഊരി ആബിദിന്റെ പെട്ടിയിലിട്ടു. എന്നിട്ട് ആബിദിനെ അവൾ തട്ടി നിർത്തി. അദ്ദേഹം ഞെട്ടിപ്പിടഞ്ഞു. അവൾ പറഞ്ഞു, എന്റെ ഇംഗിതം ഉടൻ സാധിച്ചു തരണം, അല്ലെങ്കിൽ രാക്ഷസി ഗോപുരത്തിൽ. ആബിദ് ഗർജിച്ചു. രോഷവും നിരാശയും ഒരുമിച്ച് വന്ന ജാരി പറഞ്ഞു, ബാക്കി കാണിച്ചു തരാം. അവൾ ഇരുളിന്റെ മറവിലേക്ക് മറഞ്ഞു. അസ്വലാത്തു ഖൈറും മിനന്നൗം, അസ്വലാത്തു ഖൈറും മിനന്നൗം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹ് ബാങ്ക് വാങ്ങി. സ്വഹാബത്ത് അങ്ങ് ശുദ്ധി വരുത്തി. ജമാഅത്തായി നിസ്കാരം നടന്നു. അപ്പോൾ ജാരിയത്തിന്റെ മാല പോയൊരു വാർത്തയാകെ പരക്കലായി. ജാഗ്രതയോടെ വരും മാലക്ക് വേണ്ടി തിരച്ചിലായി. വന്യരാം ഫളിലോരെ പെട്ടിയിൽ നിന്ന് മാല ലഭിക്കലായി. വഞ്ചനയറിയാതെ ഫളിലിൻ നെഞ്ചകം പിടക്കലായി. സ്വഹാബത്ത് വാർത്ത കേട്ട് ഞെട്ടി. ജാരിയുടെ രത്നമാല കാണാനില്ല. ഹജ്ജാജികളുടെ കൂട്ടത്തിൽ കള്ളന്മാരോ? സൽമാൻ ഫാരിസ് ആകെ വിഷമത്തിലായി. എല്ലാവരുടെയും പെട്ടികൾ പരിശോധിച്ചു. സൂഫിയോരനായ ആബിദിന്റെ പെട്ടിയിൽ നിന്നും മാല ലഭിച്ചപ്പോൾ എല്ലാവരും മൂക്ക് തുരൽ വെച്ചു പോയി. കേസും വിചാരണയും ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമെന്ന അമീറിന്റെ പ്രഖ്യാപനത്തോടെ കാഫില മുന്നോട്ട് നീങ്ങി. നിരപരാധി ആബിദ് എല്ലാം നാഥിൽ അർപ്പിച്ചുകൊണ്ട് സംഘത്തോടൊപ്പം നീങ്ങി. രാത്രി വിശ്രമിക്കാൻ അന്നും തമ്പിട്ടു. എല്ലാവരും സുഖ സുഷുപ്തിയിലേക്ക് നീങ്ങി. അപ്പോൾ നേരം നട്ടപ്പാതിരിയായി ജാരിയ വീണ്ടും എത്തുന്നു. മോഹം കത്തും കണ്ണുകളാലെ ഫളിൽ ആബിദിൽ നോക്കുന്നു. അകതാരിൽ ജ്വലിക്കുന്ന ദാഹം ശമിപ്പിക്കാൻ അവരോടന്ന് അവൾ തന്നെ യാചിച്ചു. സുന്നത്തിന്റെ മധുഭവനം, വൽക്കർമ്മത്തിൻ തീരം, ഇത് സായുധത്തിൻ